അഡൾട്ട് ലോൺലിനെസ് എന്ന് കേട്ടിട്ടുണ്ടാകുമല്ലോ. അത് ചൈൽഡ്ഹുഡ് ട്രോമയുടെ ഒരു ഭാഗം തന്നെയാണ്. പലപ്പോഴും പാരന്റ്സിന് പ്രോപ്പറായ രീതിയിൽ ഒരു ഇമോഷണൽ കണക്ഷനും സേഫ്റ്റിയും ഒന്നും കൊടുക്കാൻ പറ്റിയിട്ടുണ്ടാകില്ല. എപ്പോഴൊക്കെയോ തനിച്ചിരുന്ന് കരയേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം. താൻ നേരിട്ട അബ്യൂസിനെ കുറിച്ചോ ട്രോമയെ കുറിച്ചോ ഒന്നും പാരന്റ്സിനോട് പറയാൻ കഴിയാതെ വർഷങ്ങളോളം ജീവിച്ചിട്ടുണ്ടാകാം. അങ്ങനെയൊക്കെയുള്ളവർക്ക് ലേറ്റർ ലൈഫിൽ ലോൺലിനെസ് അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ഇടയിലൊക്കെയുള്ള ആരെങ്കിലും ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടാകും, ഉള്ളിന്റെ ഉള്ളിൽ ഞാൻ വല്ലാത്തൊരു ഒറ്റപ്പെടൽ അനുഭവിക്കുന്നു എന്ന്. എങ്ങനെയാണ് അഡൾട്ട് ലോൺലിനെസ് ഉണ്ടോ എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നത്? നമ്പർ 1, ചില ഗ്രൂപ്പുകളിൽ ചെന്നാലും നമ്മൾ തനിച്ചായി പോകും, ഇല്ലെങ്കിൽ ഓഡ് വൺ ഔട്ട് ആണ് എന്നൊരു ഫീൽ ആയിരിക്കും കിട്ടിക്കൊണ്ടിരിക്കുക. നമ്പർ 2 എന്ന് പറയുന്നത് ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ പോലും പെട്ടെന്ന് ഡിറ്റാച്ച്ഡ് ആകാനുള്ള ഒരു റീസൺ നമ്മൾ കണ്ടെത്തിയിരിക്കും. നമ്പർ 3 എന്ന് പറയുന്നത് നമ്മൾ ഒറ്റപ്പെടലാണ് അനുഭവിക്കുന്നത് എന്ന് നമുക്ക് തന്നെ അറിയാമെങ്കിൽ പോലും അവോയ്ഡൻസ് എന്ന് പറയുന്ന നേച്ചർ കാണിച്ചുകൊണ്ടേയിരിക്കും. അധികം ആരെയും ഒന്നും തന്റെ പേഴ്സണൽ സർക്കിളിലേക്ക് അവർ കൂട്ടുന്നുണ്ടാവില്ല. നമ്പർ 4 എന്ന് പറയുന്നത് അവര് വളരെ റോങ് ആയ പീപ്പിളിലേക്ക് പെട്ടെന്ന് അങ്ങ് അട്രാക്ട് ചെയ്യപ്പെടുന്നത് പോലെ നമുക്ക് ഏതെങ്കിലുമൊക്കെ കാലത്തും ഒക്കെ ആയിട്ട് അവരുടെ ഒരു ലൈഫ് ഹിസ്റ്ററി പരിശോധിച്ചാൽ മനസ്സിലാവും. അതുപോലെ തന്നെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് അവര് ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരാണെന്ന് വെച്ചോളൂ, അവരോട് പോലും റീഅഷുറൻസും ഫോർമാലിറ്റിയും ഒക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കും, ചോദിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അഡൾട്ട് ലോൺലിനെസ് ഉണ്ട് എന്നാണ് നമുക്ക് ഇന്നർ ചൈൽഡിനെ ഹീൽ ചെയ്യേണ്ടിയിരിക്കുന്നു കേട്ടോ.